ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എൻ്റെ പേര് അബിത, ഇത് എൻ്റെ ഹസ്ബൻഡ് ബിബിൻ, ഞങ്ങളുടെ കുഞ്ഞ് എൽനോറ. ഞങ്ങൾ കുറവലങ്ങാട് നിന്ന് വരുന്നു. ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ കുഞ്ഞാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ യേശു ദാനമായി തന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ 3-ാം മാസം എനിക്ക് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. ഞാൻ അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചതിന് ശേഷം അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. അൾട്രാസൗണ്ടിൽ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ദിവ്യകാരുണ്യനാഥൻ നോർമൽ ഡെലിവറിയിലൂടെ എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയന് വേണ്ടിയാണ്. അവൻ പഠിച്ചിറങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും അവന് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നില്ല. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ 15-ാമത്തെ ദിവസം അവന് ക്രൊയേഷ്യയ്ക്ക് പോകാനായിട്ട് വിസ വരികയും അവിടെ നല്ലൊരു ജോലി നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. 3-ാമത്തെ സാക്ഷ്യം, ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ റൂംമേറ്റ് ജിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ യൂറിയൊക്കെ ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് കൂടെ നമുക്കൊരു സാമ്പിളും കൂടെ എക്സ്ട്രാ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാമ്പിൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. കാരണം കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ കുഞ്ഞിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം ഒരു കുഴപ്പവും കൂടാതെ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ OET എക്സാം എഴുതി ന്യൂസിലാൻഡിന് പോയി. അവിടെ ചെന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല, ഒരു ഇൻ്റർവ്യൂ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് 2 ഇൻ്റർവ്യൂ കിട്ടി. 2 ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കർത്താവ് എനിക്ക് അവിടെ നല്ലൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ഇച്ചായ നേരത്തെ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല, പലവിധ തടസ്സങ്ങളായിരുന്നു. ഞാൻ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹത്താൽ കുറച്ച് താമസം വന്നെങ്കിലും ഖത്തർ PCs റെഡി ആയി കിട്ടി. ഈ ജനുവരി 23-ാം തീയതി ഞങ്ങൾ കുടുംബസമേതം ഓസ്ട്രേലിയയിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന അച്ഛനും ടീമംഗങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.